ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ ഒരു ഞണ്ട് പെരളനാണ് വെക്കാൻ പോകുന്നത്. അത് കായൽ ഞണ്ടും ഉണ്ട്, കടൽ ഞണ്ടും ഉണ്ട്. ഞാനിപ്പോൾ 1 കിലോ കടൽ ഞണ്ടാണ് മേടിച്ചിരിക്കുന്നത്. ഈ ഞണ്ട് ഇതാണ്, കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, ഞണ്ട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇതാണ് ഇതിൻ്റെ കാലുകൾ. ഇതിൻ്റെ മുള്ള് ആദ്യമേ വെട്ടിക്കളയുക, ഈ ഷെല്ലെടുത്ത് കളയുക. ഈ കാലിൻ്റെ അകത്തുള്ള ഈ ഇതും ഈ മുള്ളും വെട്ടിക്കളയുക. ചെറിയ ചെറിയ മുള്ളുകളുണ്ട്, ചെറിയ മുള്ളുകൾ, അതും നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഷെല്ലങ്ങ് പൊളിക്കുക. അതിൻ്റെ അടിയിൽ അകത്തൊരു പൂവ് ഇരിപ്പുണ്ട്, അതും എടുത്ത് മാറ്റുക. ഇവിടെ ഒരു സാധനമുണ്ട്, ഇവിടെ അതെടുത്ത് മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും സാധനങ്ങളെല്ലാം, ഞണ്ടിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കുന്നത്. ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് അതിൻ്റെ കാലുകളെല്ലാം ഒടിക്കുക. അതിനുശേഷം ഇവിടം പൊളിക്കുക. ഈ പൂവ് എടുത്ത് മാറ്റിക്കളയുക. അതിനുശേഷം ഈ ഇത് പൊളിക്കുക. ഇതിനകത്ത് നിന്ന് കണ്ട പൊളിച്ച് മാറ്റുക. ശേഷം ഈ 2 സാധനം പൊളിച്ച് മാറ്റുക. അതിൻ്റെ ഉൾഭാഗം. ഇനി ഈ കാല് കട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിലുള്ള ഈ മുള്ളാണ്, ഇതൊക്കെ ഈ മുള്ളുകളെല്ലാം വെട്ടിക്കളയണം. മുള്ള് വെട്ടിക്കളയാൻ കാരണം കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഈ ഇതൊക്കെ ശരിയാവില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് വെട്ടിക്കളയുന്നത് കേട്ടോ. ഇങ്ങനെ ക്ലീനാക്കി വെക്കുക കാലുകൾ. അങ്ങനെ ഞണ്ട് 1 കിലോ ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ 650 ഗ്രാം ഉണ്ട് കേട്ടോ. 1/2 കിലോ ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കിലോ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഒന്ന് സാധാരണ രീതിയിൽ നമ്മളൊന്ന് അരിയുക. 1/4 കിലോ തക്കാളി നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം ഇഞ്ചി നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 1/2 മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, നാരങ്ങ, 4 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മസാല പൊടിച്ചത്, ഗരം മസാല, 5 സ്പൂണ് മുളക് പൊടി, നാടൻ മഞ്ഞൾ പൊടിച്ചത് എടുക്കുക, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഞാൻ ആദ്യമായിട്ട് സ്റ്റൗ കത്തിക്കാൻ പോകണം. ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാൻ പോകണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 മുറി തേങ്ങ ഒന്ന് ചുമക്ക വറക്കണം. വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. സ്വല്പം വെളിച്ചെണ്ണ നമ്മൾ ഈ തേങ്ങയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. തേങ്ങ വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സ്വല്പം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, 1.5 സ്പൂണ്, ഗരം മസാലപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 3 സ്പൂണ്. ഇവയിട്ട് ഒന്നും കൂടി നല്ലവണ്ണം മൂപ്പിക്കുക. 1 സ്പൂൺ ഉപ്പുണ്ട്. ഇതൊന്ന് കറിവേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇവയെല്ലാം ഒന്ന് ചട്ടിയിലിരുന്ന് ഒന്നും കൂടി മൂക്കട്ടെ.
വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കത്തിക്കും. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക. ഇഞ്ചി ചുമപ്പ് കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റാം. അതിനകത്തേക്ക് ഉള്ളി നമ്മളിടുന്നു. ഉള്ളിയിട്ട് ഇത് മെറൂൺ കളർ ആകുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്യുക. ഉള്ളി ഇഞ്ചിയും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി അധികം മൂക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി അധികം മൂത്ത് പോയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വെളുത്തുള്ളി അധികം മൂപ്പിക്കരുത്. അതിൻ്റെ പുറകെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില നമ്മൾ ആഡ് ചെയ്യുന്നു. തിരിഞ്ഞൊരു മെറൂൺ കളർ ഒരു കുറച്ചും കൂടി ഒന്ന് വഴന്ന് വന്നോട്ടെ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇവയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്പൂണ് മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളകിൻ്റെ പൊടി, സ്വല്പം ഉപ്പും കൂടി. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുന്നു. തക്കാളി ഒന്ന് വെന്ത് പച്ചമണം മാറുന്നോളം വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഇറക്കി വയ്ക്കാൻ പോകണം. അതിലേക്ക് ഉപ്പ് 1 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, സ്പൂണ് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഒരു കപ്പ് ചൂടുവെള്ളം ഞാനങ്ങ് ഒഴിച്ചു. ഒന്ന് വേകട്ടെ. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് ആറിയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു. വറുത്ത് വെച്ചിരുന്ന തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, വേപ്പില ഇത് നമ്മൾ ആറിക്കഴിഞ്ഞപ്പം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി വഴറ്റി വെച്ചിരുന്നത് ഈ കൂട്ടത്തിൽ ഇട്ട് നമ്മൾ അരച്ചെടുക്കണം. രാവിലെ വെള്ളം ഏകദേശമൊക്കെ പറ്റി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മിക്സ് ചെയ്യാൻ പോകണം. വെള്ളമെല്ലാം പറ്റി നല്ല പെരളനായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകാന്നിരിക്കുന്ന ചോറിനും കഴിക്കാം, അപ്പത്തിനും കഴിക്കാം, എന്തിന് വേണേലും ഈ ക്രാബ് പെരളൻ നമുക്ക് കഴിക്കാവുന്നതാണ്. സ്വല്പം നാരങ്ങ നീര് നമ്മളൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ മുഴുവശം ഒന്ന് ഒഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. മൺചട്ടി ആയത് കാരണം ഇതിൻ്റെ തിള കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ ചൂട് ഈ ചട്ടിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ തിള ഇപ്പോഴും മാറാത്തത്. കുറച്ച് കഴിയുമ്പോൾ ഈ തിള അങ്ങ് മാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.